അപ്പോൾ നമ്മൾ 2 ദിവസം നമ്മൾ മണാലിയിലുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ മണാലിയിൽ നിന്നും ഡെറാഡൂൺ പോവുകയാണ്. ഇതാണ് മണാലിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ വോൾവോ ബസ്സുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇവിടെ ബസ്സില്ല, ഓക്കെ, നമ്മൾ ബുക്ക് ചെയ്യണം. ഇവരൊരു റഷ്യക്കാരാണ്, അവരും ഡെറാഡൂണിലോട്ടാണ്. ഒരു 10-40 പേരുണ്ട്. ഒരു ബ്ലൂ ടെക് അവരുടെ ഗൈഡാണ്. ഇത് നമ്മുടെ സുഹൃത്ത് ബൈജു അബ്ദുറഹ്മാനും ഉണ്ട് കൂടെ. അപ്പോൾ 7:30 ബസ് എടുക്കും. രാവിലെ 7:30 ആകുമ്പോൾ ഡെറാഡൂൺ ചെല്ലും. ഡെറാഡൂൺ പോവുക, മസൂരേക്കൊന്ന് പോവുക, പിന്നെ ഒന്ന് ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങുക. പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഇവിടെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് നമ്മുടെ രാജ്യത്തിൻ്റേതായ കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബസ്, AC ബസ്സാണ്. റേറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ റേറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണാലിയിൽ നിന്നും രാത്രി 7:30 പുറപ്പെട്ടതാണ്. സമയം ഏകദേശം രാവിലെ 7:30 ഞങ്ങളിപ്പോൾ ഋഷികേശ് എത്തിയിട്ടുണ്ട്. ഡെറാഡൂണിലോട്ടാണ് ഇനി അടുത്ത പോക്ക്. അപ്പോൾ ഞങ്ങൾ കയറിയ ബസ്സിൽ ഇവർ റഷ്യൻസാണ്. ഇവർ 40ഓളം പേരുണ്ട്. ഇവർ ഋഷികേശ് ഒക്കെ കാണാൻ വന്നതാണ്. അപ്പോൾ അവരിവിടെ ഇറങ്ങുകയാണ്. അവരുടെ ടൂർ ഗൈഡിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഡെറാഡൂൺ വരുന്നുണ്ട്, അതിനുശേഷം മസൂറി എല്ലാം പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെറാഡൂണാണ്. അവർ 40 പേരുണ്ട്. 1-2 കൊറിയക്കാരും ഉണ്ട്. അവിടെ ഫ്രണ്ടിലൊരു കൊറിയൻ ടീമുണ്ട് അവിടെ. അവരൊക്കെ ഇന്നലെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അവരിപ്പോൾ പതുക്കെ അവിടെ ഇറങ്ങുകയാണ്. ഞങ്ങൾ പതുക്കെ ഡെറാഡൂൺ പോയി റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെക്കിങ് ചെയ്ത് ഇനി ഡെറാഡൂണിലെ വിശേഷങ്ങളോട്ട് പോകാം. നമ്മളിപ്പോൾ ഡെറാഡൂണിലാണുള്ളത്. ഡെറാഡൂണിൽ ഇച്ചിരി ചൂടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മസൂറിക്ക് പോവുകയാണ്. അപ്പോൾ മസൂറിക്ക് പോകാൻ വേണ്ടി നമ്മളൊരു കാറ് ടാക്സി എടുത്തു. അവനിപ്പോൾ CNG നിറയ്ക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പെർ ഹെഡ് 500 പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അതൊരു പെർ ഹെഡ് 300 2 പേര് 600 കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഒരു 40 കിലോമീറ്റർ ഇവിടെ ദൂരമുണ്ട്. മസൂറി പോകുന്ന വഴിക്ക് നമുക്ക് ഷൂട്ടിങ് നടക്കുമോ എന്ന് നോക്കാം. ഇല്ല, റിട്ടേൺ വരുമ്പോൾ ഷൂട്ട് ചെയ്യാം. ഫോണിൽ ഇപ്പോൾ ചാർജ് ഇച്ചിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ബൈജു കൂടെ ഓൾറെഡി റെഡിയാണ്, സെറ്റാണ്. ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ പോകുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഡെറാഡൂൺ ടൗണാണ്. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക കിലോമീറ്റേഴ്സ്. നമ്മളാ വഴി ഇങ്ങനെ കറങ്ങി ഇതാണ്ടോ, കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ഡെറാഡൂണിൽ നിന്ന് നമ്മൾ കയറി നേരെ ആ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ മസൂറി പോകുക. മസൂറി ഇവിടെ ഇങ്ങനെ ഈ ഹോട്ടലാണ്. രാവിലെ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഹോട്ടലിൻ്റെ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി എന്തിട്ടിട്ടുണ്ട്, ഫുഡ് ഇങ്ങനെ കഴിക്കാനൊരു സംവിധാനം ഇട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പർ വ്യൂ ആണ്. മസൂറി നല്ല സ്ഥലമാണ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ ഡെറാഡൂൺ ചൂടാണ്, അതുകൊണ്ട് ആ ഡെറാഡൂൺ മാറ്റി ഞങ്ങൾ മസൂറി ആക്കിയത് ഡെസ്റ്റിനേഷൻ. ഇനി തിരിച്ചു പോകുമ്പോൾ ഡെറാഡൂൺ കാണാമെന്ന് വിചാരിച്ചു. നല്ല വൈഡ് വ്യൂ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ഡെറാഡൂൺ. കുഴപ്പമില്ല, ഡെറാഡൂണിലും നമുക്ക് കാണാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമുക്ക് മസൂറി വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ മസൂറിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മസൂറിയിലെ മാൾ റോഡ്. ഒരു ഗൈഡിനെ കിട്ടി, അപ്പോൾ അവൻ്റെ കൂടെ പോവാം. ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ ജംഗ്ഷനാണ്, മാൾ റോഡാണ്. ഇവിടെ കൊണ്ട് വണ്ടി ഇറക്കി വിട്ടു. ഇതാണ് ഇവിടുത്തെ ഒരു മാൾ റോഡ്. ഇവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. നമ്മൾ അഡ്വാൻസ് ഒന്നും ബുക്ക് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളിപ്പോൾ മസൂറിയിൽ എത്തിയിട്ടുണ്ട്. ഡെറാഡൂണിൽ നിന്നും നമ്മളൊരു ടാക്സി വിളിച്ച് മസൂറിയിലെത്തി. നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇതാണ് വെൽക്കം ടു ദി ക്യൂൻ ഓഫ് ഹിൽസ്. ഇതാണ് മസൂറിയുടെ എൻട്രി. ഇവിടെ ഇഷ്ടംപോലെ റെൻ്റൽ കാറുകളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് റെൻ്റൽ കാറുകളാണ്. ഇതിപ്പോൾ നമ്മുടെ കൂടെ ഹിമാചലിൽ നിന്ന് കൂടി ഒരു പാർട്ടിയാണ്. ഞങ്ങളിപ്പോൾ ഒരു ബൈക്ക് റെൻ്റ് എടുത്തു. 400 രൂപയാണ് റെൻറ്റ്. ഇവിടെ ലോക്കൽ ഇറങ്ങാൻ ഒരു 200 രൂപയുടെ പെട്രോൾ മതി എന്ന് പറഞ്ഞു. 200 രൂപയ്ക്ക് പെട്രോളും എടുത്തു. ഇങ്ങനെ ഞങ്ങളിപ്പം പതുക്കെ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ IAS, IPS, IFSൻ്റെ ഒക്കെ കോച്ചിങ് കൊടുക്കുന്നത് നമ്മുടെ ഈ മസൂറിയിൽ എല്ലാവർക്കും അറിയാം.
നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. ഡെറാഡൂണിൽ നിന്നൊരു 40-45 കിലോമീറ്റർ ഉണ്ട്. നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. ആവശ്യത്തിന് മിച്ചം ഇപ്പോൾ എന്തുണ്ട്, തണുപ്പുമുണ്ട് ഇവിടെ. ഓക്കെ, ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് ഒരു ഹിൽ സ്റ്റേഷൻ ഇങ്ങനെ കയറി വന്നതാണ്. ഹിൽ സ്റ്റേഷൻ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈനോക്കുലറുണ്ട്. ബൈനോക്കുലർ വഴി ഇങ്ങനെ ഒരു ലോങ് വ്യൂ കിട്ടും. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അത് തന്നെയാണ് ഇതിൽ കണ്ടതാണ് നമ്മൾ. ഇതിലൊരു എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് പെർ ഹെഡ് 500. എല്ലാത്തിനും നല്ല ചാർജാണ്. ഒരു കോഫിക്ക് തന്നെ 80 രൂപ ചാർജാണ് ഇവിടെ. ഷെയ്ക്കിനൊക്കെ 250 രൂപ റേറ്റാണ്. ഇതാണ് ഇവിടെ ഇങ്ങോട്ട് വരേണ്ട എൻട്രി റോഡ്. എൻട്രി പാസ് ഉണ്ട്. നമ്മൾ സ്കൂട്ടറിലാണ് വന്നത്. ഇവിടെ ആള് തീർത്ത് കുറവാണ്. മസൂറിയുടെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ ബൈനോക്കുലർ വഴിയാ നോക്കിയാൽ ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മസൂറിയിൽ ഇങ്ങനെ കയറി ഒരു ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനെ വരും. അപ്പോൾ കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്, കുറേ വാഹനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ അവൻ പരിചയപ്പെട്. അപ്പോൾ ഇതിന് മേളൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കട്ടിങ് ഉള്ള ഒരു റോഡാണ്, ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ പൈൻ ഫോറസ്റ്റും ബാക്കി വാലീസൊക്കെയാണ്. നല്ല തണുപ്പുണ്ട്. വേറെ അവരെവിടെ വന്നേ? UK. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ എല്ലാവരും മേളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ ഇവിടെ ബൈക്കെല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇവിടെ നിന്ന് പലരും ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഈ വഴി വേണം നമുക്ക് താഴത്തോട്ട് പോകാൻ. ഈ വഴി വന്നിട്ട് ഈ വഴി താഴത്തോട്ട് പോകണം. ഈ വഴി അലോഡഡ് അല്ല, നടന്നു പോകാം, വണ്ടി പോകത്തില്ല. ഡിഫെൻസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വരിക, ഏറ്റവും ഹിൽ സ്റ്റേഷന് വണ്ടി ഓടിച്ചു വരിക, ഒരു എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വരേണ്ടവർക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മുടെ മസൂറിയുടെ ഒരു ഹിൽ സ്റ്റേഷൻ വ്യൂ ആണ്. നമ്മൾ ആ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇങ്ങനെ പതുക്കെ സ്കൂട്ടറിൽ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരികയാണ്. ഇതെല്ലാമാണ് നമ്മുടെ മസൂറിയിലെ താഴ്വാര കാഴ്ചകൾ. ഇത് നമ്മൾ ഏറ്റവും ടോപ്പിൽ വേണം പോകാൻ. ടാക്സി ആയിട്ട് പോകാം, പക്ഷേ റോഡെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും റോഡേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. ഇതാണ് അതിൻ്റെ കാഴ്ചകൾ. താഴെ നമുക്ക് റോഡെല്ലാം കാണാൻ സാധിക്കും. നമുക്കിനി അടുത്തത് നമ്മുടെ IAS IPS നമ്മുടെ അക്കാഡമി ഉണ്ടല്ലോ മസൂറിയിലെ, നമ്മുടെ നാട്ടിലെ അല്ലേ PB നൂഹ് ഉൾപ്പെടെ. എറണാകുളത്തെ കളക്ടർ ആരായിരുന്നു? യാസീൻ. മാറി വരുന്നുണ്ട്, മറന്നുപോയി. എല്ലാവരും പഠിച്ച നമ്മൾ ആ ക്യാമ്പസ് ഒന്ന് കാണണം. അതെ നമുക്കിനി അങ്ങോട്ട് മൂവ് ചെയ്യാം. ഞാൻ വീണ്ടും ആ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാ. നല്ല അടിപൊളി വളവും തിരിവും എല്ലാമാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ ടോപ്പ് കാണാൻ കയറി പോകുന്നുണ്ട്. ടോപ്പിലൊന്നുമില്ല, കാരണം എല്ലാവരും ആദ്യമായിട്ട് മസൂറി വരുന്നതാണ്. അതുകൊണ്ട് ടോപ്പിൽ ഈ പറഞ്ഞ ആ ചർച്ചും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ചർച്ചിനെ റിലേറ്റ് ചെയ്ത കുറേ കാര്യംസും ഉണ്ട്. ഇത് പിന്നെ മറ്റൊരു വ്യൂ ആണ്, ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതൊരു ജസ്റ്റ് ഒരു ടോപ്പിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്പേസാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശുകാരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. താഴെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ എന്തോ സെറ്റിങ്സും പരിപാടിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യൂ, നമ്മുടെ മസൂറിയുടെ മറ്റൊരു വ്യൂ. ഏറ്റവും താഴെ അങ്ങേയറ്റം കാണപ്പെടുന്നത് അത് ഡെറാഡൂണാണ് കേട്ടോ. ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് ബൈക്ക് ചവിട്ടുകയാണ്. അപ്പം മാങ്ങയുടെ വില ചോദിച്ചപ്പോൾ കിലോ 120 രൂപയാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ 3 കിലോ മാങ്ങ 100 രൂപ കിട്ടും. അതായത് ഏകദേശം 120 രൂപ കൊടുത്താൽ 3.5 കിലോ 4 കിലോ എടുത്ത് പൈനാപ്പിൾ റേറ്റ് പറയാം. അതിൻ്റെ റേറ്റാണ് ഇവിടെ കിലോക്ക് 120 രൂപ. അതുപോലെ പൈനാപ്പിൾ പിന്നെ ഒരു പീസ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 200 രൂപ പറഞ്ഞു. 200. ആപ്പിൾ റേറ്റ് പറയാം. ആപ്പിള് 400 രൂപ, 1 കിലോക്ക് 400 രൂപയാണ് ആപ്പിൾ വില. പപ്പായക്ക് 60 രൂപയാണ് കിലോ. വാട്ടർമെലോന് പറഞ്ഞത് കിലോ 30 രൂപ. പ്ലമ്മിന് 200 രൂപ കിലോ അല്ലേ? ഇവിടുത്തെ ദേശീയ ഇതിന്റെ റേറ്റ് അതിന്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് 120 പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പിന്നെ ഓഗസ്റ്റ പഴത്തിന് ഇവിടുത്തെ വില പറഞ്ഞത് കിലോ 60 രൂപ. ഒരു 60 വില 70 രൂപ. മുന്തിരിക്ക് 200 രൂപ വില പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോർക്കും കേരളം വിട്ട് കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറച്ച് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കേരളം സ്വർഗ്ഗമാണ്, യാതൊരു തർക്കമില്ല, മാറ്റമില്ല. കാര്യം ഇവിടെയൊക്കെ കേരളത്തിനേക്കാൾ ഇരട്ടിയുടെ കാര്യമാണ് ഫ്രൂട്ട്സ് വരാം. അപ്പോൾ നമ്മൾ IAS IPS ട്രെയിനിങ് അക്കാഡമി
നോക്കി വന്നതാ. കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തു. ഇതാ അവിടെ അതുകൊണ്ട് ആ ആർമി പോലീസുകാർ നിൽക്കുന്നുണ്ട്. അവിടെയാണ്, ആ ഗേറ്റാണ് എൻട്രി. താഴത്തോട്ടൊരു ടെമ്പിളുണ്ട്, ടെമ്പിളിലോട്ടാണ് വണ്ടി പോകുന്നത്. പിന്നെ ഞങ്ങൾ മഴ പെയ്തുകൊണ്ട് വണ്ടി പതുക്കെ അവിടെ സൈഡാക്കിയത്. അതെ, അതാ വണ്ടി ഏതാണെന്ന് ഒരു ഓർമ്മയുണ്ട്. വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ പതുക്കെ ഒരു അമൂലിൻ്റെ ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ കൂടെയുള്ള ആൾക്ക് ഷുഗർ ഫ്രീ മതി. ഈ കടയിൽ കയറിയിട്ട് ഷുഗർ ഫ്രീ എന്ത് കിട്ടും എന്നറിയില്ല, നോക്കാം. ഞാനൊരു ഐസ്ക്രീം എല്ലാം കഴിക്കാൻ ഓർത്തു. ടീ ടൈമാണ്, പക്ഷേ ഇവിടെ ടീ ഇല്ല, മഴയാണ് ഇപ്പോൾ ഉള്ളത്. മഴ കുറഞ്ഞിട്ടൊന്നും ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് ഇവിടെ വീഡിയോ ഫോട്ടോ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ പേര് തന്നെ വരെ പോകാനായിട്ട് നമുക്കിവിടെ ഇരിക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് പേരാണ്. പിന്നെ അവിടെ ആർമിക്കാർ നിൽപ്പുണ്ട്. അങ്ങോട്ടാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു പാട്ടായിട്ട് വരും. ഈ ബിൽഡിംഗ് എല്ലാം അതിൻ്റെയൊക്കെ ഒരു ഏകദേശം പാട്ടായിട്ട് വരും. അപ്പോൾ ഇതാണ് സംഭവം. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ.